വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പുതിയ 6ാം ക്ലാസ് പാഠഭാഗത്തിൽ ഭാഗം 2ാമത്തെ ടെക്സ്റ്റിൽ ചാപ്റ്റർ 6 ആണ്. അതായത് ഭാഗം 2ാമത്തെ ടെസ്റ്റിലുള്ള 1ാമത്തെ ചാപ്റ്ററാണ്. 5 ചാപ്റ്ററുകൾ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അടുത്ത ചാപ്റ്ററാണ് ചാപ്റ്റർ 6, ജീവൻ്റെ കുഞ്ഞറകൾ എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ കോശം, കലകൾ, സസ്യകോശം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുടെ ബേസിക് ലെവലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നോക്കാം. കോശങ്ങൾ നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്ന അടിസ്ഥാന ഘടകങ്ങളാണ് കോശങ്ങൾ. ജീവനുള്ള എല്ലാ വസ്തുക്കളുടെയും അടിസ്ഥാന ഘടകം കോശമാണ്. മനുഷ്യ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് കോടിക്കണക്കിന് കോശങ്ങൾ കൊണ്ടാണ്. ചെറുതും വലുതുമായ അനേകം ജീവികൾ നമുക്ക് ചുറ്റുമുണ്ടല്ലോ, അവയുടെ ശരീരവും നിർമ്മിച്ചിരിക്കുന്നത് കോശങ്ങൾ കൊണ്ടാണ്. വളരെ ബേസിക് ആയിട്ടുള്ള കോശത്തിൻ്റെ ഒരു ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്. മനുഷ്യ ശരീരത്തിലുള്ള സ്റ്റൊമാറ്റ അല്ലേ, അവരുടെ വായു സംവഹനം അല്ലെങ്കിൽ വാതക സംവഹനം നടക്കുന്നൊരു ഭാഗമാണ് ആസ്യരന്ധ്രം അഥവാ സ്റ്റൊമാറ്റ. അതിൻ്റെ ഒരു ഫിഗർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് ഓരോ കാര്യങ്ങൾ നിരീക്ഷിക്കുക എന്നൊക്കെയാണ് പറയുന്നത്. അതൊന്നും നമുക്ക് PSC പോയിൻ്റ് ഓഫ് വ്യൂവിൽ ആവശ്യമില്ല. റോബർട്ട് ഹുക്കിനെ പറ്റി ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. 1665 റോബർട്ട് ഹുക്ക് ആണ് കോശം കണ്ടെത്തിയത്. ഓക്ക് മരത്തിൽ നിന്ന് എടുത്ത കോർക്കിൻ്റെ ഒരു ചെറിയ ഭാഗം സ്വയം നിർമ്മിച്ച മൈക്രോസ്കോപ്പിലൂടെ അദ്ദേഹം നിരീക്ഷിച്ചു. ഇതിൽ ചെറിയ അറകൾ പോലെയുള്ള ധാരാളം ഭാഗങ്ങൾ കണ്ടു. അദ്ദേഹം അതിനെ സെല്ല എന്ന് വിളിച്ചു. അപ്പോൾ സെല്ല എന്ന ലാറ്റിൻ പദത്തിൻ്റെ അർത്ഥം ചെറിയ മുറി എന്നാണ്. ഇത് നമ്മളതിനെ കോശമെന്ന് വിളിക്കുന്നു. അപ്പോൾ ഇതിൽ ഓക്കുമരത്തിൽ നിന്ന് എടുത്തൊരു ചെറിയ ഭാഗം മൈക്രോസ്കോപ്പിൽ കൂടെ നിരീക്ഷിച്ചപ്പോഴാണ് സെല്ല എന്നൊരു പാർട്ട് കണ്ടത്. അപ്പോൾ സെല്ല് അല്ലെങ്കിൽ സെല്ല എന്നതിൻ്റെ ലാറ്റിൻ പദത്തിൻ്റെ അർത്ഥം എന്താണ്? ചെറിയ മുറി എന്നാണ്. ഇനി നമുക്കറിയാം ഏകകോശ ജീവികളും ബഹുകോശ ജീവികളും ഒക്കെ ഉണ്ട്. അതിൽ ഏകകോശ ജീവികളെന്ന് പറഞ്ഞാൽ ഒരു കോശം മാത്രമുള്ള ജീവികളെ ഏകകോശ ജീവികളെന്ന് പറയുന്നു. കോശങ്ങളുടെ എണ്ണം കുറവായതുകൊണ്ട് നമുക്കവയെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയില്ല. അപ്പോൾ ഏകകോശ ജീവികളെ നോക്കി. ഇനി ബഹുകോശ ജീവികളെന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. ഒന്നിലധികം കോശങ്ങൾ കൊണ്ട് ശരീരം നിർമ്മിക്കപ്പെട്ട ജീവികളാണ് ബഹുകോശ ജീവികൾ. ധാരാളം കോശങ്ങളുള്ള ബഹുകോശ ജീവികളെ നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാനായിട്ട് കഴിയും എന്നാണ് പറയുന്നത്. ഇനി ഇവിടെ ജന്തുകോശത്തിൻ്റെ ഒരു ഡയഗ്രാം പോലെ കൊടുത്തിട്ടുണ്ട്. അത് നോക്കാം. ജന്തുകോശത്തിൽ എന്തൊക്കെ ഭാഗങ്ങളുണ്ടായിരിക്കും? കോശസ്തരമുണ്ട്, കോശദ്രവ്യമുണ്ട്. ഈ കോശദ്രവ്യത്തിൽ എന്തൊക്കെ പാർട്ടുണ്ട്? എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം, മൈറ്റോകോൺഡ്രിയൻ ഉണ്ട്, റൈബോസോം, ന്യൂക്ലിയസ്, ഫേനം. ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് എന്ത്? ഇതെല്ലാം ഉള്ളതാണ് ജന്തുകോശം. കോശദ്രവ്യം, കോശസ്തരമുണ്ട്, കോശദ്രവ്യത്തിൽ എന്തൊക്കെയുണ്ട്? എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം ഉണ്ട്, മൈറ്റോകോൺഡ്രിയ ഉണ്ട്, പിന്നെ റൈബോസോം, ന്യൂക്ലിയസ്, ഫേനം. അപ്പോൾ നമുക്ക് അതിൻ്റെ ധർമ്മങ്ങളും ആ ഒരു ഭാഗങ്ങളും ഇതൊക്കെ ഒന്ന് നോക്കി വയ്ക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മേഖലയാണ് ഇതൊക്കെ. കോശസ്തരം, കോശത്തിനെ ആവരണം ചെയ്യുന്നത് കോശസ്തരമാണ്. കോശദ്രവ്യം, ന്യൂക്ലിയസ് ഒഴികെയുള്ള കോശഭാഗങ്ങളെ കോശത്തിനകത്ത് നിലനിർത്തുന്നത് കോശദ്രവ്യമാണ്. ന്യൂക്ലിയസ് എന്താ ചെയ്യുന്നത്? കോശത്തിൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. ഫേനം, ജലം, ലവണം, വിസർജ്യ വസ്തുക്കൾ എന്നിവയെ സംഭരിക്കുന്നത് ഫേനത്തിലാണ്. റൈബോസോം, പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കുന്നതാണ് റൈബോസോം. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്നത് കോശത്തിനുള്ളിലെ സഞ്ചാരപാതയായി വർത്തിക്കുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്. മൈറ്റോകോൺഡ്രിയൻ എന്താ ചെയ്യുന്നത്? ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നത് മൈറ്റോകോൺഡ്രിയനാണ്. അപ്പോൾ കോശസ്തരം കോശത്തെ ഒന്ന് കവർ ചെയ്യുന്നു. കോശദ്രവ്യം എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസ് ഒഴികെയുള്ള ഭാഗങ്ങളെയൊക്കെ കോശത്തിനകത്ത് നിലനിർത്തുന്നത് കോശദ്രവ്യമാണ്. ന്യൂക്ലിയസ് കോശത്തിൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. ഫേനം ജലം, ലവണം, വിസർജ്യ വസ്തുക്കൾ എന്നിവയെ സംഭരിക്കുന്നു. റൈബോസോം പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കുന്നു. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറഞ്ഞാൽ സഞ്ചാരപാതയാണ്. മൈറ്റോകോൺഡ്രിയൻ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പോൾ നമ്മൾ ജന്തുകോശം പഠിച്ചു. ഇനി സസ്യകോശത്തിൻ്റെ ഒരു പടം കൊടുത്തിട്ടുണ്ട്. സസ്യകോശത്തിൻ്റെ ഘടന ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഭിത്തിയുണ്ട്, കോശദ്രവ്യമുണ്ട്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ന്യൂക്ലിയസ്, മൈറ്റോകോൺഡ്രിയോൺ, റൈബോസോം, കോശസ്തരം, ഫേനമുണ്ട്, ക്ലോറോപ്ലാസ്റ്റും കൂടിയുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വിശദീകരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജന്തുകോശത്തിൽ നിന്ന് വ്യത്യസ്തമായ സസ്യകോശങ്ങളിൽ എന്തൊക്കെയാണ് ഭാഗങ്ങളുള്ളതെന്ന് ചോദിച്ചാൽ കോശഭിത്തിയും ക്ലോറോപ്ലാസ്റ്റുമാണ് അല്ലേ. അപ്പോൾ കോശഭിത്തി എന്ന് പറഞ്ഞാൽ കോശത്തെ സംരക്ഷിക്കുന്നു. ക്ലോറോപ്ലാസ്റ്റ് എന്താ ചെയ്യുന്നത്? പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുന്നു. കോശത്തിനുള്ളിലെ പ്രധാന ഭാഗമാണ് അല്ലെങ്കിൽ കോശാംഗമാണ് ന്യൂക്ലിയസ്. കോശദ്രവ്യത്തിൽ കാണപ്പെടുന്ന ഫേനം, റൈബോസോം, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, മൈറ്റോകോൺഡ്രിയോൺ, ക്ലോറോപ്ലാസ്റ്റ് തുടങ്ങിയവ മറ്റ് കോശാംഗങ്ങളാണ്. ഇവിടെ കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. രക്തകോശങ്ങൾ, നാഡീകോശങ്ങൾ, പേശീകോശങ്ങൾ. അപ്പോൾ ഇതിൻ്റെ ഒരു ആകൃതി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുമെന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കോശത്തിലെ വൈവിധ്യം എന്ന് പറയുന്നൊരു ബോക്സ് നോക്കാം. മനുഷ്യ ശരീരം വ്യത്യസ്ത തരത്തിലുള്ള കോശങ്ങളാൽ നിർമ്മിതമാണ്. നാഡീകോശങ്ങൾ, രക്തകോശങ്ങൾ, പേശീകോശങ്ങൾ എന്നിങ്ങനെ 200ഓളം.
വ്യത്യസ്ത ഇനം കോശങ്ങളുണ്ട്. ഇവയുടെ എല്ലാം ധർമ്മങ്ങൾ ഒരുപോലെയല്ല, ആകൃതിയും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഇനി കോശങ്ങൾ ചേർന്ന് എന്തുണ്ടാവുന്നു? കലകളുണ്ടാവുന്നു അല്ലേ. അപ്പോൾ സമാനമായ ആകൃതിയുള്ളവയും ഒരേ ധർമ്മം നിർവഹിക്കുന്നതുമായ കോശങ്ങളുടെ കൂട്ടത്തെ കലകളെന്ന് വിളിക്കുന്നു. ജന്തുക്കളിൽ ശരീരം പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന ഭാഗമാണ് ത്വക്ക്. ഇത് കോശങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്. ഇവയാണ് ആവരണകല. നാഡീകോശങ്ങൾ ചേർന്ന് നാഡീകലകളും പേശീകോശങ്ങൾ ചേർന്ന് പേശീകലകളും, അങ്ങനെ പലതരം കലകളുണ്ട്. അപ്പോൾ ആവരണകലയുടെ ഘടനയുണ്ട്, നാഡീകല, പേശീകല. കോശങ്ങൾ ചേർന്ന് കലകൾ ഉണ്ടാകുന്നു, അതുപോലെ തന്നെ കലകൾ ചേർന്ന് അവയവമുണ്ടാകുന്നു അല്ലേ. അവയവങ്ങൾ ചേർന്ന് അവയവ വ്യവസ്ഥ ഉണ്ടാകുന്നു. അപ്പോൾ അതിനൊരു എക്സാമ്പിളാണ് ശ്വാസകോശം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒരുപാട് അവയവങ്ങൾ ചേർന്നിട്ട് ഉണ്ടാകുന്നൊരു വ്യവസ്ഥ അല്ലെങ്കിൽ അവയവ വ്യവസ്ഥയാണ് ശ്വസന വ്യവസ്ഥ എന്ന് പറയുന്നത്. കോശങ്ങളിൽ നിന്ന് ജീവിയിലേക്കുള്ള പ്രയാണം ചിത്രീകരിച്ചിരിക്കുന്നത് നിരീക്ഷിക്കും. കണ്ടോ. ഇപ്പോൾ കോശങ്ങൾ ചേർന്ന് എന്താവുന്നു? കലയാകുന്നു. കലകൾ ചേർന്ന് അവയവമാകുന്നു. അവയവങ്ങൾ ചേർന്ന് അവയവ വ്യവസ്ഥയാകുന്നു. അങ്ങനെ അനേകം അവയവ വ്യവസ്ഥകൾ ചേർന്നാണ് ഒരു ജീവി രൂപപ്പെടുന്നത് എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ഒരു ബേസിക് ലെവൽ ഓഫ് കോശങ്ങൾ, അതുപോലെ കലകൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു ഫോർമേഷൻ എന്നുള്ളതാണ് ഈ ഒരു ചാപ്റ്ററിൽ കൊടുത്തിരിക്കുന്നത്. വലിയ ഡീറ്റെയിൽസ് ആയിട്ട് പറയേണ്ടതൊന്നുമില്ല. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.